നമസ്കാരം, അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് എന്നൊരു കാറ്റഗറിയെ കുറിച്ചാണ്. ടെക്സ്റ്റ് എന്നൊരു കാറ്റഗറിയിലെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ടൈപ്പ് ടൂള്, ഏരിയ ടൈപ്പ് ടൂള്, ടൈപ്പ് ഓൺ പാത്ത് ടൂള്, വെർട്ടിക്കൽ ടൈപ്പ് ടൂള്, വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂള്, വെർട്ടിക്കൽ ടൈപ്പ് ഓൺ പാത്ത് ടൂള്, ടച്ച് ടൈപ്പ് ടൂള്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കീബോർഡിൽ ടി അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ടൂൾ ആക്റ്റീവ് ചെയ്യാം. അതുമല്ലെങ്കിൽ മൗസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ടൂൾ ആക്റ്റീവ് ചെയ്യാം. ഓൾറെഡി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലേൺ ഇപ്സം എന്നൊരു ഫോണ്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് ഒരു ലെറ്റേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. ജസ്റ്റ് ഒന്ന് തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ടെക്സ്റ്റ് ടൂൾ ആക്റ്റീവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ബാക്ക് സ്പേസ് അടിച്ചു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താലും മതി. ഏതൊരു വേർഡാണോ നമുക്ക് വേണ്ടത് ആ വേർഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് തൽക്കാലം ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ഇത്രയും വലിയൊരു ടെക്സ്റ്റ് കാണാൻ പറ്റിയതുമല്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഫോണ്ടിൻ്റെ സൈസ് വളരെയധികം ചെറുതായിരിക്കുള്ളൂ. മിക്കവാറും ഈ ഒരു ഫോണ്ടിലൊക്കെ ആയിരിക്കും, ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ടെക്സ്റ്റിൻ്റെ അളവ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു അളവാണോ വേണ്ടത് ആ അളവ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കീബോർഡിൽ എന്ത് ചെയ്യാം, എൻ്റർ അടിച്ച് കൊടുത്തേക്കാം. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫോണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ബ്രഷ് സ്ക്രിപ്റ്റ് എന്നെങ്കിൽ ഫോണ്ടിൻ്റെ ഈ ഒരു സ്റ്റൈലാണെങ്കിൽ ഞാൻ വേറെ ഫോണ്ട് ആക്കുകയാണെങ്കിൽ അനാഥ എന്നൊരു ഫോണ്ടിന് എന്തായിരിക്കുമല്ലോ, ഈ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈലായിരിക്കുമല്ലോ. ഓരോ ഫോണ്ടിനും ഓരോരോ സ്റ്റൈലുകളായിരിക്കുമല്ലോ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കളറിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അലൈൻ റൈറ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, ലെഫ്റ്റ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറിയാമെന്ന് കരുതാണ്, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അടുത്തൊരു ടൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ഏരിയ ടൈപ്പ് ടൂളാണ്. അതായത് ഒരു ഏരിയനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്താൽ മതി എന്ന് വയ്ക്കാം. ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. അതായത് ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഒരു എലിപ്സ് വരയ്ക്കുകയാണ്. ഓൾറെഡി ഇവിടുന്ന് ഒരു കളർ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്ത് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് എന്നെ സ്വൈപ്പ് ചെയ്യാണ്. അതായത് ഔട്ട്ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സ്വൈപ്പ് ചെയ്യാണ്. ഫില്ല് വേണ്ട, എനിക്ക് ഔട്ട്ലൈൻ മാത്രം മതി. നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം, അതുപോലെ കീബോർഡിൽ ഷിഫ്റ്റ് എക്സ് ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് എക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഔട്ട്ലൈനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിനുശേഷം ടൂൾ ബോക്സിൽ ഏരിയ ടൈപ്പ് ടൂൾ എടുക്കുകയാണ്. ഏരിയ ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഈ ഒരു പോയിന്റ് കണ്ടോ, ഏകദേശം ഈ ഒരു ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും 85 ഒരു ഫോണ്ട് ആയിരിക്കും കാണാൻ സാധിക്കുക. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു 50 ആക്കിയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. അതായത് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം നമുക്കൊരു ടെക്സ്റ്റിനെ ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റർ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും മാറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടുന്ന് ഫോണ്ടിൻ്റെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഫോണ്ട് മാറ്റുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ്ട് മാറ്റിയത്. ഞാൻ വീണ്ടും പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടു, അതൊരു റൗണ്ടിൻ്റെ ഉള്ളിൽ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൊള്ളിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊള്ളിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ നിന്ന് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് മൗസ് പോയിന്റ് വെച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, ആ ഔട്ട്ലൈൻ എന്തായിക്കോളും, അവിടെ നിന്ന് റിമൂവ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുത്ത ഫീലിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൂടെ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ഓൺ പാത്ത് ടൂളാണ്. അതായത് ഒരു പാത്തിനുള്ളിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. അതായത് ഒരു പാത്തിനുള്ളിലൂടെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പെൻ ടൂൾ എടുത്തിട്ട് ഒരു പാത്ത് വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഔട്ട്ലൈൻ ഫില്ല് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, പെൻ ടൂൾ എടുത്തിട്ട് ഒരു പാത്ത് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇതിന് ശേഷം വീണ്ടും ടൂൾ ബോക്സിൽ ടൈപ്പോടെ പാത്ത് ടൂൾ എടുത്തു. ഈ പാത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാത്തിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഏതൊരു ടെക്സ്റ്റ് ആണോ വേണ്ടത് ആ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ സാധിക്കും. അതായത് വീണ്ടും ഞാൻ ഇവിടുന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട് ആ പാത്ത് അവിടുന്ന് റിമൂവ് ആയിട്ട് ആ ടെക്സ്റ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതായത് ഒരു പാത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് പറയുന്നത് ടെക്സ്റ്റുകളിലെ വെർട്ടിക്കൽ ടൈപ്പ് ടൂളാണ്. അതായത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടുകൾ കൊടുക്കാൻ സാധിക്കും. നേരെ നമ്മൾ ഇവിടുന്ന് ഈ രീതിയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴോട്ട് നമുക്ക് എന്തൊരു മാറ്ററാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ മാറ്റർ നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴോട്ട് കൊടുക്കാനും സാധിക്കും. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂളാണ്. അതായത് ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഒബ്ജക്റ്റ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ട്ലൈനിലേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്.
ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു മാറ്റർ ആണോ വേണ്ടത് ആ മാറ്റർ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ടൂളിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെ, അതായത് ഇപ്പോൾ ഏരിയ ടൈപ്പ് ടൂളിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ താഴോട്ട് കൊടുക്കണമെങ്കിൽ താഴോട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് ശേഷം അടുത്തൊരു ടൂളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ടൈപ്പ് ഓൺ പാത്ത് ടൂളാണ്. അതായത് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, പെൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് വരച്ചിട്ട് ഔട്ട്ലൈനിലേക്ക് ഞാൻ ഇവിടുന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കളറിന്. ഇതിന് ശേഷം ഞാൻ ടൂൾ ബോക്സിലെ വെർട്ടിക്കൽ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഫോണ്ടിൻ്റെ സൈസ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഒരു 50 മാറ്റി ഒരു 25 ആക്കുകയാണ്. ഓക്കെ, 25 ആക്കിയിട്ട് ഞാൻ എന്തൊരു ടെക്സ്റ്റ് ആണോ വേണ്ടത് ആ മാറ്റർ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ രീതിയിൽ, അതായത് ടൈപ്പ് ഓൺ പാത്ത് ടൂൾ പറഞ്ഞ സമയത്ത് ഈ പാത്തിന് മുകളിലൂടെയായിരുന്നു എന്തായത്, ഈ ടെക്സ്റ്റ് ഇവിടുന്ന് റണ്ണായിക്കൊണ്ടിരുന്നത്. വെർട്ടിക്കൽ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ എടുക്കുന്ന സമയത്ത് എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ടും ആ ടെക്സ്റ്റിന് നടുവിലൂടെ എന്തായിക്കോളും, ആ പാത്തിൻ്റെ നടുവിലൂടെ എന്തായിക്കോളും ഈ ടെക്സ്റ്റ് എന്തായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ പാത്തിൻ്റെ നടുവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അടുത്തൊരു ടൂളാണ് ടൂൾ ബോക്സിൽ ടൈപ്പ് ടൂളാണ്. അതായത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെല്ലിന്ന് ടൈപ്പ് ചെയ്യാണ്, DELL. ഫോണ്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു 85 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഫോണ്ടിൻ്റെ സൈസ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഏരിയയിലാക്കാണ്. റെഗുലർ മാറ്റി ഞാൻ ഇവിടുന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഡെല്ലിൻ്റെ മോണിറ്റേഴ്സ്, ഡെല്ലിൻ്റെ പ്രൊഡക്റ്റൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ ലോഗോ ഇവിടെ ഈ കുറച്ച് ചെരിങ്ങായിരിക്കും ഇരിക്കുക. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഇവിടുന്ന് എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ടൂൾ ബോക്സിൽ ടച്ച് ടൈപ്പ് ടൂൾ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DELL. ഓക്കെ, ഓരോ ലെറ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട ഈ മാത്രം എന്താവും, സെലക്ഷൻ ആവും. ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ D സെപ്പറേറ്റ് ആയിട്ട് സെലക്ഷൻ ആവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോണ്ടിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് എടുക്കാനും സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുകയാണ്. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോഗോസുകളുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്പെല്ലിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഡെല്ലിൻ്റെ പ്രൊഡക്റ്റൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം.